ദീപമോഹനുണ്ട്. നമുക്ക് വലിയൊരു പൂക്കളം കണ്ടിട്ട് വരാം. വയനാട്ടിലാണ് ആ പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. ദീപമോഹൻ ആ പൂക്കളത്തിനടുത്തുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് പൂക്കളമാണോ? അതിൻ്റെ ക്യാമറ എവിടെ വെച്ചാൽ ഈ പൂക്കളത്തിന് മൊത്തത്തിലൊന്ന് കിട്ടും, വല്ല ഡ്രോണും വേണ്ടി വരും എന്ന അവസ്ഥയിലാണ്. ഇതെന്ത് പൂക്കളമാണ്? യഥാർത്ഥത്തിൽ പൂക്കൾ തന്നെയാണോ ഈ പൂക്കളം ഒരുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്? ദീപമോഹൻ, വല്ലാത്തൊരു പൂക്കളമാണ്. ഒരു ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന പൂക്കളമോ? ഇതെന്താ സംഭവം ദീപക്? അരുൺകുമാർ, ഈ ക്യാമറയിൽ ഈ പൂക്കളത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. ഞങ്ങൾ പല ഭാഗത്ത് നിന്ന് വന്ന സമയം മുതൽ ഇതിന്റെ മുഴുവനായിട്ടുള്ളൊരു ദൃശ്യം പകർത്താനുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷേ ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റും. ഡ്രോൺ ഉപയോഗിച്ച് നല്ല ദൃശ്യങ്ങൾ പകർത്താൻ പറ്റും. നമുക്ക് കാണാം, ഇതാ ഇരുളം ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ്. ഏകദേശം 25,000 ചതുരശ്ര അടിയിൽ 10 ടൺ പൂക്കൾ ഉപയോഗിച്ച് ഇവിടെയുള്ള ആളുകൾ പൂക്കളം ഇട്ടിരിക്കുന്നത്. ഗുണ്ടൽപേട്ടിൽ നിന്നൊരു പൂന്തോട്ടം മുഴുവനായും വാങ്ങി അത് ആ പൂക്കൾ ഇവിടെ എത്തിച്ചാണ് പൂക്കളം ഇട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെയുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് നിരവധി സാംസ്കാരിക സംഘടനകളുണ്ട്, അവരെല്ലാം ചേർന്ന് സംയുക്തമായാണ് ഇത്തരത്തിലൊരു പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ഭാഗത്ത് കാണാം, ഇടതുഭാഗത്ത് ഒരു ആനയുടെ ചിത്രം ഇരുളം ഈ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ പൂക്കളത്തിൽ കാണാം. അത് ഇവിടെ മുൻപുണ്ടായിരുന്ന ഇരുളത്തുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു, എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായിട്ടൊക്കെ നിന്നിരുന്നൊരു കാട്ടാനയുണ്ടായിരുന്നു, മണിയൻ. ആ മണിയന്റെ സ്മരണാർത്ഥം ഇട്ടിരിക്കുന്ന ഒരു പൂക്കളത്തിൽ മണിയന്റെ സ്മരണാർത്ഥം ഒരു ചിത്രമുണ്ട്. അതോടൊപ്പം എതിർഭാഗത്ത് മാവേലിയുണ്ട്. അങ്ങനെ അത്തരത്തിൽ വലിയൊരു ഭീമൻ പൂക്കളമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇരുളം എന്ന നാടിനെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂറിൽ നിന്നൊക്കെ നിരവധി ആളുകൾ മുൻപ് കുടിയേറി പാർത്തു വന്നൊരു മേഖലയാണ്. അത്തരത്തിലൊരു വലിയൊരു സാംസ്കാരിക പൈതൃകമുള്ള ഒരു സ്ഥലമാണ് ഇരുളം. ആ ഭാഗത്താണ് ഇത്തരത്തിൽ വലിയൊരു ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരു പൂക്കളം ഇട്ടത്. ഇവിടെ ഇപ്പൊ നമ്മളോടൊപ്പം പൂക്കളത്തിന്റെ ഡിസൈൻ ഒരുക്കിയ രഞ്ജിത്തേട്ടൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ചേട്ടാ ഇത്തരത്തിൽ ഒരു വലിയൊരു പരിപാടിയിലേക്ക് എത്തിയത്? ഞാൻ ലയൺസ് ക്ലബ്ബും അതുപോലെ തന്നെ ഇരുളത്തെ വിവിധ സാംസ്കാരിക സംഘടനകളും നമ്മുടെ ക്ലബ്ബുകളുടെ കൂട്ടായ്മകളും എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഓണാഘോഷം സംഘടിപ്പിക്കാൻ മുതിർന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് DTPCയുടെയും DMC അടക്കലിൻ്റെയും അതുപോലെ തന്നെ വർണ്ണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സഹായമുണ്ട്. അവരുടെയും പരിപൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും കൂട്ടി ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ഓണാഘോഷത്തിലെത്തണം എന്നുള്ളൊരു ആലോചനയാണ്. രാത്രി മുതൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. ഇതാണ് പൂക്കളം കേട്ടോ. അപ്പോൾ പൂക്കളം ഒന്ന് കണ്ടോളൂ. ഒരുപക്ഷെ കേരളത്തിൽ ഒരുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പൂക്കളമായിരിക്കും വയനാട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഗംഭീര പൂക്കളമാണ്. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഒരു എനിക്ക് തോന്നുന്നു പൂന്തോട്ടം അപ്പാടേക്കും കൊണ്ടുവന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൊണ്ടുവന്നാണ് ഈ പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ദീപമോഹനാണ് നമുക്കിപ്പം ചേർന്നത് പൂക്കളത്തിലൂടെ.